വൈകുന്നേരം 3 മണിക്ക് ശേഷമുള്ള വെയിലാണ് ട്ടോ ഇത്. സഹിക്കാൻ പറ്റുള്ള ദൈവമേ. ശ്രീമോൻ 2 പെയിൻറ്റ് ബക്കറ്റൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണത്. അങ്ങനെ എന്നെ വിളിച്ചെന്നാണ് പോരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനെക്കുട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്ന വേഷത്തെ പടിയാണ് ഇറങ്ങിയേക്കണത്. ആൾക്ക് പോണ വഴി വേണം സ്നഗ്ഗി വാങ്ങിക്കാനായിട്ട്. കടയിൽ നിന്ന് സ്നഗ്ഗി വാങ്ങിച്ചിട്ടിട്ട് വേണം നല്ല ഉടുപ്പ് ഇടിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടൻ പെയിൻറ്റ് ബക്കറ്റ് എടുത്ത് എന്തിനാണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിത് പിള്ളേർ വെക്കേഷനിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അവർ ഉത്സവം പ്രമാണിച്ച് വന്നതാണ്. അപ്പോൾ അവർ വീട്ടിലേക്ക് പോവാണ്. നാത്തുണ്ടാ ഒരു വലിയ ബാണ്ടക്കെട്ടൊക്കെ ആയിട്ടാണ് നടന്നു വരുന്നത്. അവരുടെ ട്രാവൽ ബാഗ് പൊട്ടിപ്പോയി. അപ്പോൾ അവർ കിറ്റിലൊക്കെയാണ് അവരുടെ ലഗേജ് പാക്ക് ചെയ്തുകൊണ്ട് വന്നത്. ഇനി പെയിൻറ്റ് ബക്കറ്റ് എടുത്ത് എന്തിനാന്ന് പറയാം. ഇവളെ ഇരുത്താൻ വേണ്ടിയിട്ടാണ്. ഓട്ടോ ഇപ്പോൾ ഹൗസ്ഫുള്ളാണ്. പിള്ളേരൊക്കെ വലുതായതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും കൂടെ നെഞ്ചു വിരിച്ചിരിക്കാനുള്ള സ്ഥലം അതിനകത്ത് ഇല്ലാത്ത കൊണ്ടിട്ട് കുഴിപ്പള്ളി ബീച്ചിലേക്കാണ് നമ്മൾ പോകണം. നല്ല ദൂരമുണ്ട്. അതുവരെ നമുക്കിങ്ങനെ ഞെരുങ്ങി കൂടി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ബക്കറ്റ് കമത്തിയിട്ടിട്ട് അവൾ അതിനകത്താണ് ഇരുത്തിയേക്കണം. ആദ്യം എറണാകുളത്ത് മറൈൻ ഡ്രൈവിലോ TDM ഹാളിലൊക്കെയോ വരാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കല്ലേ. അപ്പോൾ മറ്റേ സ്കൈ ഡൈനിങ്ങിൻ്റെ കാർഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ പോയി കാണാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് നമുക്ക് ബീച്ചിലേക്ക് പോകാം. ബീച്ച് എന്ന് പറയുമ്പോൾ അതിനൂന് ആ വെള്ളത്തിലേക്ക് കൊണ്ട് ഇട്ടാൽ മതി. അവൻ അവിടെ ഇരുന്നോളും, ഇരുന്ന് കളിച്ചോളും. പാർക്കിലോ മറ്റുള്ള സ്ഥലത്തോ പോയാൽ നമ്മൾ പുറകെ ഓടി നല്ല ടയർഡാവും. ചെറുക്കനെ നിർത്തേണ്ട താമസമുള്ളൂ. അത് പറന്നാണ് പോണത്. അതിൻ്റെ പുറകെ പോയി പിടിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അതാകുമ്പോൾ ബീച്ചാകുമ്പോൾ കുഴപ്പമില്ല. ആ മണ്ണിലോ വെള്ളത്തിൽ അവിടെ ഇരുന്ന് കളിച്ചോളും. പിന്നെ കുഴിപ്പള്ളി ബീച്ച് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വികാരം തന്നെയാണ് കേട്ടോ. എന്ത് ഭംഗിയുള്ള ബീച്ചാണല്ലേ. ഭയങ്കര ഒരു തണലും നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഒട്ടും തിരക്കുണ്ടാവില്ലെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ വെക്കേഷനാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ച എന്നുള്ള കാര്യം ഞാൻ മറന്നേ പോയി. നമ്മൾ വന്നപ്പോൾ വെയിൽ ആറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നല്ല തണലുള്ള സ്ഥലം നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ അതിനൊക്കെ മണ്ണിൽ കളിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അതിന് ഭാഗ്യത്തിന് വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബീച്ചിലേക്കാണ് വന്നതെന്ന് ആ മണ്ടന് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആ മണ്ണിലിരുന്ന്. അവൻ വെള്ളം കണ്ടായിരുന്നെങ്കിൽ അവൻ ആദ്യമേ വെള്ളത്തിലേക്ക് ഓടുള്ളായിരുന്നു. പിന്നെ പിള്ളേർ സമ്മതിക്കണില്ല. ഇറങ്ങാൻ വെള്ളത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അവർ ബഹളം വെച്ചപ്പോഴാണ് നമ്മൾ പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടാ. എനിക്കാണെങ്കിൽ ബീച്ചിലൊക്കെ വരാൻ ഇഷ്ടമാണെങ്കിലും ബീച്ചിൽ ഇറങ്ങാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴോട്ട് നനയുന്നതുകൊണ്ട് എനിക്ക് വിഷയമില്ല. അല്ലാതെ എല്ലാവരും ബീച്ചിൽ കിടന്ന് കളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇറങ്ങുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ശ്രീമോന് പിന്നെ വേറെ ഓപ്ഷനില്ല. 3 പിള്ളേരെ ശ്രീമോൻ തന്നെ നോക്കണം. അതുകൊണ്ട് ശ്രീമോന് വെള്ളത്തിൽ ഇറങ്ങാതെ വേറെ വഴിയില്ല. ചേട്ടനും പിള്ളേർക്കും ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പിന്നെ അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി. എനിക്കാണെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ മണ്ണ് കയറി പിടിക്കും. എല്ലാ ഭാഗത്തും മണ്ണ് ഇങ്ങനെ ഒട്ടിയിരിക്കും. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. ഞാനാണെങ്കിൽ ആദ്യം ഇറങ്ങിയില്ല. കുറേ നേരം ഞാൻ ആ കരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് അനയെ സമ്മതിക്കണില്ല. അമ്മായി വാ എന്നും പറഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോഴാണ് ഞാൻ ആ ബീച്ചിലേക്കൊന്ന് ഇറങ്ങിയത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ എൻ്റെ പാൻറ്റ് നല്ലപോലെ മുട്ടിന് മേളിൽ കയറ്റി വെച്ചിട്ടാണ് ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഒരു ഓർക്കാപ്പുറത്തുള്ള ഒരു തിര വന്നടിച്ചതും എൻ്റെ പാൻറ്റ് മൊത്തത്തിൽ നനഞ്ഞു. ശ്രീജ ആദ്യമേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം 3 പിള്ളേരെ നോക്കണ്ടേ. അതിനുവാണെങ്കിൽ ശ്രീമോൻ്റെ അടുത്തൊന്നും മാറില്ല. അപ്പോൾ പിന്നെ ബാക്കി 2 കൂടെ മാനേജ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ശ്രീജ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാ. എന്നെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കാണ്ട് ഒരുത്തി. പിന്നെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ചെയ്ത് ഒരു കൊച്ചിൻ്റെ കളിപ്പാട്ടാണ് അതിന് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് നേരം മണ്ണ് വാരി കളിച്ച് അത് പിന്നെ കടലമൊക്കെ കൊടുത്തു വെച്ചു. പിന്നെ ലാസ്റ്റ് ടൈം ബീച്ചിൽ വന്നപ്പോൾ ഫ്രണ്ടിൻ്റെ കുട്ടീനെയൊക്കെ അവൾ ഇവിടെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചുകൊണ്ടിട്ട് അതിനെ അവിടെ കൊണ്ട് കുളിപ്പിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വെള്ളത്തിലേക്ക് ഇനി ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് അതിനെ കരപ്പേ കയറ്റിയതാണ്. അതിനു ആ 2.5 വയസ്സുകാരൻ്റെ ബുദ്ധിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ മണ്ണിൽ കിടന്ന് ഉരുണ്ടത്. അപ്പോൾ പിന്നെ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങാതെ രക്ഷയില്ലല്ലോ. അവനാണെങ്കിൽ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവൻ്റെ സ്ഥിരം കളിപ്പാട്ട് എടുത്തിട്ടാണ് വന്ന കുഞ്ഞു കാറ് 2 അതിനകത്ത് 1 കടലമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേട്ടൻ പിള്ളേർക്ക് പട്ടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു പട്ടമാണ് കൊച്ചിൻ്റെ അമ്മ പറത്തിക്കൊണ്ടിരിക്കണത്. പിന്നെ അവിടെ കൂടി വന്നവരും പോണവരൊക്കെ അതിനെ നോക്കിക്കൊണ്ടാണ് പോണത്. ഇത് എന്തോന്ന് സാധനമാണ് കിടക്കണമെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു അവർ നോക്കണത്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ ഓരോക്കെ നോട്ടോ. എനിക്കാണെങ്കിൽ വെള്ളം നനഞ്ഞിട്ട് ആകെ ഈർച്ചെടുക്കണിരുന്നിട്ട് ആ കാലൊക്കെ മണ്ണൊട്ടിപ്പിടിച്ചിരുന്നിട്ടാണ് എനിക്ക് ആകെ അസ്വസ്ഥത ഉണ്ടായത്. പിന്നെ അവിടെ നിന്ന് നല്ല കാറ്റുണ്ടായതുകൊണ്ടിട്ട് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി. പോളിസ്റ്ററിൻ്റെ പാൻറ്റാണ് ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ബുദ്ധിപരമായി കൈകാര്യം ചെയ്തതാണ്. ജീൻസ് ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഓർത്തത് ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ ഈർച്ച കൂടുതലായിരിക്കും. പിന്നെ ഞാനത് മാറ്റിയിട്ട് വേറെ പാൻറ്റ് എടുത്തിട്ടേട്ടാ. അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല കാറ്റുണ്ടായതുകൊണ്ടിട്ട് വേഗം തന്നെ ഉണങ്ങി കിട്ടി. പിന്നെ ഈ പട്ടം പറത്തിലൊക്കെ കഴിഞ്ഞ് അസ്തമയ സൂര്യനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ചുവന്ന റെഡ് കളറായിരുന്നു. പക്ഷേ എൻ്റെ ക്യാമറയിൽ ആ ഒരു കളർ കിട്ടിയില്ല. അപ്പോൾ തന്നെ അറിയാമല്ലോ ക്യാമറ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്നുള്ളത്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷേ നടന്നില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ ബാത്റൂമിൽ നിന്ന് തന്നെ ചേട്ടനും പിള്ളേരൊക്കെ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പഴംപൊരി വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കടയിൽ പോയപ്പോൾ അവിടെ ഓൾമോസ്റ്റ് കടിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോണ വഴി ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചേ. അതിനും ബാക്കിയുള്ളവരൊക്കെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രീമോനും പൊറോട്ടയും ബീഫും ആട്ടാ കഴിച്ചേ. അത് കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവരെ പിള്ളേരെ കൊണ്ട് വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അങ്ങനെ വീടൊക്കെ എത്തി അതിനൊപ്പം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടൊക്കെ എടുത്തിട്ട് എൻ്റെയും ശ്രീമോൻ്റെയും പങ്ക് വാട്ടർമെലൺ അമ്മ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് മേല് കഴുകി കിടന്നുറങ്ങി. ഭയങ്കര ചൂടായിരുന്നില്ലേ. പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറിയിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. ബൈ.